Welcome to Flavors of India. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ മോട്ടിൻ്റെ ഭാഗത്താണ്. മോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇതുവരെ സഞ്ചരിച്ച ഭാഗങ്ങൾ ഇവിടുത്തെ എന്താ പറയുക ഗ്രൗണ്ട് ഫോർട്ടിൻ്റെ കാര്യങ്ങളാണ്. അതായത് 2 ലെവല് 4-5 ഗേറ്റ്സ് കടന്ന് നമ്മൾ ഇപ്പോൾ കാലാകോട്ടിന് മുമ്പ് ഒരു മഹാകോട്ട് ഇതെല്ലാം കടന്ന് വരുവാണ്. അപ്പോൾ വന്ന് ഇത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സിറ്റാഡൽ ഭാഗത്തേക്കാണ്. സിറ്റാഡൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും എലിവേറ്റഡ് ആയിട്ടുള്ള പൊസിഷൻ, അതായത് ഏറ്റവും പിന്നെ മൗണ്ടൻ്റെ മുകളിൽ ആ റോക്കിൻ്റെ ഏറ്റവും മുകളിലാണ് ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഇരിക്കുന്നത്. ഒരു പക്ഷേ രാജാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഇരിക്കുന്ന ഭാഗം അതായിരിക്കും. അപ്പോൾ ശത്രുക്കൾ ഇവിടം വരെ വന്നു കഴിഞ്ഞാലും എങ്ങനെയെങ്കിലുമൊക്കെ കടന്ന് കയറി വന്നാലും ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ഭാഗവും കൂടി കടന്നു പോകണം. ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ വെള്ളം കിടക്കുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ വളരെ കുറവാണ്, പക്ഷേ ഇത്രയും വലിയൊരു കുഴി, ഭയങ്കര ഡീപ്പായിട്ടുള്ള ഭയങ്കര ഒരു കിടങ്ങാണിത്. മോട്ടെന്ന് പറഞ്ഞാൽ കിടങ്ങ്. അപ്പോൾ ഈ കിടങ്ങ് നിറച്ചത് ഏകദേശം ഈ ഒരു ഹൈറ്റിൽ വരെ വെള്ളം നിറയ്ക്കും. ആ സമയത്ത് ധാരാളം മുതലകൾ ക്രോക്കഡൈൽസിനെ ഇവിടെ ഇങ്ങനെ വിഹാരിക്കാനായിട്ട് വിടും. അവരുടെ വാസസ്ഥലമാണ്. കംപ്ലീറ്റ് ക്രോക്കഡൈൽസും വെള്ളത്തിൽ വീണ് നീന്തി പോകാമെന്ന് വെച്ചാൽ മുതല പിടിച്ച് തിന്നും. പിന്നെ എന്ത് ചെയ്യും? ഇത്രയും ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആ ഹൈറ്റ് വരെയുള്ള വെള്ളം കൊണ്ട് ഇവർ ഫ്ലഡ് ചെയ്യും. 2 ഡാം ഇതിനകത്ത് തന്നെ ഉണ്ട്. 2 ഡാം ഓഫ് റിസർവോയർ ഓഫ് വാട്ടർ. ആ വെള്ളം തുറന്നു വിട്ടിട്ട് ഇവിടെ അങ്ങ് വെള്ളം കൊണ്ടങ്ങ് നിറയ്ക്കും. അപ്പോൾ ഈ കാണുന്ന പടിയെല്ലാം വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ പടി ഇറങ്ങി ഇതുവഴി അപ്പുറത്തേക്ക് പോകാമെന്നൊന്നും വിചാരിക്കരുത്, അതൊന്നും നടക്കില്ല. ഇതെല്ലാം ക്ലോസ് ചെയ്യും. പിന്നെ നടുക്കുള്ള ഇപ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ലേറ്റർ അഡീഷനാണ്. നമ്മളെ പോലുള്ള ടൂറിസ്റ്റുകൾക്ക് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പാലമുണ്ട്, പക്ഷേ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു പാലം. ഇതിപ്പോൾ ഒരു വുഡൻ ആൻഡ് മെറ്റൽ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ലേറ്റർ അഡീഷൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 5-6 വർഷത്തിനിപ്പുറം വെച്ചാൽ ഈ ഒരു 10 വർഷത്തിനിപ്പുറം ഉണ്ടായതായിരിക്കാം. പക്ഷേ ഈ ഒരു ബ്രിഡ്ജ് വരുന്നതിന് മുമ്പ് ഇവിടെ പഴയ ഡൈനാസ്റ്റീസിൻ്റെ കാലത്ത് ഇതൊരു ലെതർ ബ്രിഡ്ജായിരുന്നു എന്നാണ് പറയുന്നത്. ലെതർ എന്ന് പറഞ്ഞാൽ എന്താ? ലെതർ എന്ന് പറയുന്ന മെറ്റീരിയലിലുള്ള ബ്രിഡ്ജ് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യാനുസരണം ആവശ്യമുള്ള സമയത്ത് അതൊരു ബ്രിഡ്ജായിട്ട് വലിച്ചു വെക്കുകയും അത് കഴിഞ്ഞാൽ അത് ചുരുട്ടി മാറ്റാൻ പറ്റുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ലെതർ ബെൽറ്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഒരു ലെതർ ബ്രിഡ്ജ്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ലെതർ ബ്രിഡ്ജ് അങ്ങോട്ട് ഇവിടെ ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ആൾക്കാരെ വിടും. എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ ആ ബ്രിഡ്ജ് എടുത്ത് മാറ്റും. എങ്ങനെയുണ്ട്? ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ ബ്രിഡ്ജില്ലെങ്കിലുള്ള അവസ്ഥ എങ്ങനെ ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് കടന്നു പോകുന്നത്? ഒരു ശത്രു ഈ വെള്ളത്തിനെ മറികടന്ന് പോകാമെന്ന് വെച്ചാൽ ഇവിടം വരെ വെള്ളമായിരിക്കും. അകത്ത് താമസിക്കുന്ന, അതായത് സിറ്റാഡലിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ ടോപ്പ് പോർഷനിലുള്ള രാജാവിനും കുടുംബത്തിനും ഇതുപോലെയുള്ള ഒരു സീജ് വന്നാൽ, അതായത് ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ സംഭവിച്ചാൽ പുറത്ത് ശത്രുക്കൾ നിൽക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ഈ ഡ്രോ ബ്രിഡ്ജ് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല, ലെതർ ബ്രിഡ്ജ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് പക്ഷേ വെള്ളവും അമ്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ താഴേക്ക് പോയി അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ടൊരു സീക്രട്ട് പാസേജ് ആ സൈഡിലൂടെയും ഈ സൈഡിലൂടെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ സ്റ്റെപ്സ് കാണാം, വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും നല്ലൊരു ഭീകരതയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥ കിടങ്ങ്. പല കോട്ടകളിലും കിടങ്ങുകൾ നമ്മൾ കാണും. ഇപ്പോൾ നമ്മൾ പാലക്കാട് ചെന്നാലും പാലക്കാട് ടൗണിൽ തന്നെ ഒരു വലിയ കോട്ടയുണ്ട്, പാലക്കാട് ഫോർട്ട്. അതിൻ്റെ ചുറ്റും വലിയ കിടങ്ങാണ്, അത് നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കാട്ടിലൊരു ഭീകരതയുണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ. കാര്യം ഇതിങ്ങനെ 2 പോർഷനായിട്ട്, ഈ സിറ്റാഡൽ പോർഷൻ, അതായത് ഫോർട്ടിൻ്റെ ഹിൽ ഫോർട്ടിനെയും താഴത്തെ ഗ്രൗണ്ട് ഫോർട്ടിനെയും രണ്ടിനെയും കൂടെ വേർതിരിക്കുന്ന ഒരു മോട്ട് എന്ന് പറയുന്ന കിടങ്ങ്. അപ്പം ഇത് കടന്ന് കയറുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇങ്ങനൊരു പാലമില്ലെങ്കിൽ ഇത് കടക്കുക എന്നുള്ളത് വളരെ ഭീകരമായൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു കിടങ്ങിൻ്റെ ആ ഭാഗത്ത് ഈ പാലമില്ലെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു പടി കാണുന്നുണ്ടല്ലോ, സ്റ്റെപ്സ് താഴേക്ക് പോകണം. അപ്പോൾ വേണമെങ്കിൽ ആ സ്റ്റെപ്സ് വഴി ഇപ്പുറത്തെ സൈഡിൽ വരാമല്ലോ.
അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ഞാനൊന്ന് ഇവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ അത് മനസ്സിലാക്കുന്നത് ഈ സ്റ്റെപ്സ് ലേറ്റർ എഡിഷനാണ്. ഔറംഗസേബിൻ്റെ പീരീഡിലാണ് അദ്ദേഹം ഈ സ്റ്റെപ്സ് വെച്ചത്. അപ്പോൾ പക്ഷേ അതേസമയം ക്യാനൻസ്, അതായത് പീരങ്കികൾ അതിന് മുന്നേ ഇല്ലായിരുന്നു. ഔറംഗസേബാണ് ഇവിടെ പീരങ്കികൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ പീരങ്കി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത് ആയല്ലോ. എന്തായാലും പീരങ്കി ഉണ്ട്, അപ്പോൾ ആൾക്കാരെ നേരിടാനായിട്ടുള്ളൊരു ധൈര്യം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ സ്റ്റെപ്സ് ഇങ്ങനെ വെച്ചത്. എങ്കിലും സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ അതിന് മുന്നത്തെ ഒരു പീരീഡ് ഓഫ് ടൈം ആലോചിച്ച് നോക്കൂ. സ്റ്റെപ്സ് ഒന്നും ഒരു കാര്യമില്ല. ഈ ലെതർ ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. അത് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞ് എടുത്ത് മാറ്റുന്നു. അപ്പോൾ ഇവിടെ മുഴുവൻ വെള്ളം കൊണ്ടങ്ങ് നിറയ്ക്കും എന്നാണ് പറയുന്നത്. നിറച്ച് മുതലുകളെ അവിടെ വളർത്തുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് അടുത്ത ഗേറ്റിൻ്റെ അകത്തേക്ക് വരികയാണ്, അടുത്ത എൻട്രൻസ്. ഇതൊരു ടണൽ പോലെയാണ്, ഇരുട്ടാണ്. ഡാർക്ക് പാസേജിലൂടെ നമ്മൾ പുറത്തേക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഭാഗത്തായിരുന്നു. ഇവിടെ ഒരു വലിയ ഗേറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഗേറ്റ് കടന്നാൽ മാത്രമേ അങ്ങോട്ടേക്കുള്ള ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് ശരിക്കും സിറ്റാഡലിലേക്ക് പോകുന്ന വഴി. ഇപ്പോൾ അതിന് പകരം ആർക്കിയോളജിക്കൽ സർവേ ഇവിടുന്ന് ഒരു സ്റ്റെയർസ് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. പണ്ട് കോട്ടയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പടിയൊന്നുമില്ല. ഇവിടെ ഒരു വലിയ ഗേറ്റ് ഉണ്ടായിരുന്നു. ഈ ഗേറ്റിൻ്റെ ഇവിടെ എന്തായാലും തടസ്സമാണ്. ഇവർ പിന്നെ ഗാർഡ്സ് ഉണ്ടാവും. ഗാർഡ്സ് പറഞ്ഞാൽ മാത്രമല്ലേ തുറന്നു കൊടുത്താലോ ഉള്ളൂ. അല്ലാണ്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹോളുള്ളൊരു ഭാഗമുണ്ട്, ഒരു പാസേജ് പോലെ. അപ്പോൾ അവിടെ ആ ഗേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഗേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും, പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിങ്ങും കാണും. അപ്പോൾ ശത്രു എന്താ വിചാരിക്കുക, ഗേറ്റ് അടച്ചിരിക്കുന്നെങ്കിലും ഈ ഒരു വഴിയിലൂടെ പതുക്കെ നുഴഞ്ഞ് അകത്തേക്ക് കയറാമോ. അങ്ങനെ ഇവരൊരു നുഴഞ്ഞു കയറ്റത്തിന് വേണ്ടി ഇതുവഴി പുറത്തേക്ക് തലയിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടെ ആളുമായിട്ട് ആൾ നിൽപ്പുണ്ടാവും. തല അങ്ങോട്ട് ഇടുന്നതും തല ചോപ്പ് ചെയ്ത് കളയും, തല വെട്ടി മാറ്റും. അങ്ങനെ ഇനി എത്ര പേര് ഇതുവഴി വന്നാലും തല വെട്ടി മാറ്റിക്കൊണ്ടേയിരിക്കും. അതായിരുന്നു ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി. ഈ യുദ്ധതന്ത്രങ്ങളാണ് ഇതൊക്കെ, ഡിഫൻസ് മെക്കാനിസംസ്. അപ്പോൾ അവിടെ ഗേറ്റ് കൊണ്ട് അടയ്ക്കുന്നു. അപ്പോൾ ഇതാണ് വാതിൽ. ഇത് വാതിൽ അടച്ചിരിക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഇതുവഴി നമുക്ക് അകത്ത് നുഴഞ്ഞ് കയറാമെന്ന് പറഞ്ഞ് പോയാൽ പണി കിട്ടും. അപ്പോൾ ഞാനൊന്ന് തല അകത്തേക്ക് ഇട്ട് നോക്കാം. ഇപ്പോൾ എന്തായാലും തല വെട്ടാൻ ആരും ഇല്ലല്ലോ. കൊള്ളാം. ഇങ്ങനെ തലവെളിയിലിട്ടാലുള്ള അവസ്ഥ പണ്ടത്തെ അവസ്ഥ ആയിരിക്കും. എനിക്കിപ്പോൾ ധൈര്യമായിട്ട് തലവെളിയിലിട്ടിടാൻ ആരും എൻ്റെ തല നോക്കില്ല. അല്ലെങ്കിൽ ഈ വരുന്ന ആൾക്കാരുടെ ധാരണ ഉണ്ട് ഇതുവഴി നുഴഞ്ഞു കയറാം. നേരെ തല അങ്ങോട്ട് പുറത്തേക്ക് ഇടുന്നു, കട്ട് ചെയ്ത് കളയുന്നു. അത് തന്നെയാണ് അവസാനം. ഇതാണ് പരിപാടി, മനസ്സിലായല്ലോ. അങ്ങനെ എല്ലാ കടമ്പകളും കടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? ഈ കടമ്പകളെല്ലാം കണ്ടല്ലോ, ഇത് കടന്ന് ആരും ഇവിടെ വരാൻ പോകുന്നില്ല. അതാണ് എൻ്റെ ഒരു തീരുമാനം. എന്ന് വെച്ചാൽ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ആ കിടങ്ങും കഴിഞ്ഞ് എങ്ങനെ ഇവിടെ എത്തുക? അത് കഴിഞ്ഞ് എത്തിയാൽ പോലും കണ്ടില്ലേ, ആ തല അതിനകത്തേക്ക് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞ് ഇവിടെ ഗേറ്റ് ഉണ്ട്, ആ തല മുറിച്ച് കളയും. പിന്നെ എങ്ങനെ കടന്നു പോകും? എങ്കിലും ഒരു ഏറ്റവും വൈൽഡസ്റ്റ് ഒരു ചാൻസ് കൊടുക്കാം. അങ്ങനെ ഒരാൾ ഇവിടെ വന്നാൽ പിന്നെ അയാൾ കടന്നു പോകേണ്ട വഴി ഇതാണ്. മുകളിലെ സിറ്റാഡലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇതുവഴി പോകണം. ഇതിന് പറയുന്ന അന്തേരി എന്നാണ് പറയുന്നത്. ഇതൊരു ടെമ്പിൾ ഡിസൈൻ പോലെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എൻട്രൻസ്. പക്ഷേ ഇത് അമ്പലമൊന്നുമല്ല. പക്ഷേ ഇതൊരു ഡാർക്ക് പാസേജ്. ഡാർക്ക് എന്ന് വെച്ചാൽ കൂര എന്ന് പറയും, കുറ്റിരുട്ട് എന്ന് പറയില്ല നമ്മൾ, ഭയങ്കര ഡാർക്കാണ്. അപ്പോൾ ഡാർക്ക് പാസേജ് അന്തേരി എന്ന് പറയുന്ന പേര് തന്നെ. ഇതിനകത്തും ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ സിക്സാഗ് ആയിട്ടുള്ള വഴിയാണ്. അതിനകത്ത് കൂടി പോകുന്ന സമയത്ത് എത്രയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് പോയിസണസ് ഗ്യാസ് നിറച്ച് ആളിനെ ശ്വാസം മുട്ടിക്കും, ചൂട് എണ്ണ കൊരി ഒഴിക്കും, പിന്നെ ഹോട്ട് ചാർക്കോൾ, അതായത് പിന്നെ കനൽ വാരിയിടും. ഇങ്ങനെയൊക്കെ ഉള്ള കലാപരിപാടികൾ അകത്ത് നടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കടന്നു കയറിയാൽ ഇങ്ങനെ സിഗ്സാഗായിട്ട് വഴി തെറ്റിക്കുന്ന വഴികളും അകത്ത് പീഡനാനുഭവങ്ങളും. അങ്ങനെ അവസാനം ഒരു പകുതി മരിച്ച ഒരു മനുഷ്യനായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അയാളെ തൂക്കിയെടുത്ത് ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട്, അതുവഴി ആ കിടങ്ങിലേക്ക് എടുത്ത് ഇടും. കണ്ടില്ലേ, ഇതുവഴി ആ മനുഷ്യനെ തൂക്കി എടുത്തു കൊണ്ടുവന്ന് പുറത്തേക്ക് എറിയാന്ന് വെച്ചാൽ എവിടേക്ക്? ആ കിടങ്ങിലേക്ക്, ആ വെള്ളത്തിലേക്ക്, ആ മുതലുള്ള വെള്ളത്തിലേക്ക് ഇടും. പിന്നെ മുതല കഴിച്ചോളൂ. അങ്ങനെ ഡാർക്ക് പാസേജിലേക്ക് കയറുകയാണ്. അപ്പോൾ സിറ്റാഡലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഏറ്റവും മുകളിലുള്ള ഭാഗത്തെ കൊട്ടാരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഡാർക്ക് പാസേജിനകത്തൂടെ കടന്നു പോയാലേ പറ്റും. ഇത് ഭയങ്കര സ്മെല്ലാണ് ഈ ടണലിനകത്ത്. ഈ ഡാർക്ക് അന്തേരി എന്ന് പറയുന്നത് ഈ
പാസേജിനകത്ത്. ഇതിനകത്തുകൂടി മാത്രമേ ആർക്കും കടന്നു പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഈ രാജാവും ഈ കൊട്ടാരവുമായിട്ട് നല്ല ബന്ധമുള്ളവരാണെങ്കിലും സിറ്റാഡലിൽ പോകണമെങ്കിൽ ഇതുവഴി തന്നെ കടന്നു പോകണം. ഇവിടെ ഇപ്പോൾ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ല്. വവ്വാലിൻ്റെ കംപ്ലീറ്റ് ബാറ്റ്സ് ആണ്. ബാറ്റ്സിൻ്റെ ഡേർട്ടി സ്മെല്ലാണ് ഇവിടെ. പിച്ച് ഡാർക്ക്. നമ്മളിപ്പോൾ കുറച്ച് ലൈറ്റ് അടിച്ചാണ് പോകുന്നത്. വഴി തെറ്റിക്കാനുള്ള എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ പോകുന്നത്. അപ്പോൾ ഇരുണ്ട ഇടനാഴികളിലൂടെ വഴി തെറ്റാതെ പോകാമെന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പാടായിരിക്കും. ഈ നടത്തയുടെ സമയത്ത് ആ ശത്രുവിൻ്റെ ദേഹത്തേക്ക് ചൂട് എണ്ണ വീഴുന്നു, കനൽ കൊണ്ട് എറിയുന്നു, പോയിസണസ് ഗ്യാസ് നിറയ്ക്കുന്നു, അങ്ങനെ ഒരുപാട് പരിപാടി. ഇവിടെ ഭയങ്കര സ്മെല്ലിന് മേളിൽ മുഴുവൻ വവ്വാലുകളാണ്. കംപ്ലീറ്റ് ഡേർട്ടി ക്രീച്ചേഴ്സ്. ഒരു ഗ്യാസ് ചേംബർ പോലെയാണ് ചില സമയത്ത് ഈ പാസേജ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിസീവിംഗ് ആയിട്ടുള്ളൊരു ടണലാണിത്. ഇത് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന പോലെയാണെന്നാണ് പറയുന്നത്. ഒളിച്ചിരിക്കാം. അകത്ത് പോയാൽ പിന്നെ നമ്മൾ വേറെ വഴി തെറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി മാറി സിഗ്സാഗായിട്ടും ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചൊക്കെ നടക്കാം. എന്തായാലും ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് ആ സൈഡിലൊരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഗ്രില്ലിട്ടിരിക്കുക. അതുവഴി വഴി തെറ്റി ചിലപ്പോൾ ആ കിടങ്ങിലേക്ക് വീഴാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡാർക്ക് ടണൽ അന്തേരിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ പുറത്തേക്ക് രക്ഷപ്പെട്ട് വന്നാൽ ഇവിടെ നോക്കുമ്പോൾ കാണാം താഴെ കിടങ്ങ് കേട്ടോ. ഇപ്പോൾ അവിടെ വെള്ളം ഇല്ലാന്നേ ഉള്ളൂ ഈ ഭാഗത്ത്. അല്ലെങ്കിൽ അവിടെ നിറച്ച് വെള്ളവും മുതലേ ആയിരിക്കും. ഇപ്പോൾ അന്തേരി എന്ന് പറയുന്ന ഡാർക്ക് പാസേജിൽ നിന്നും തൽക്കാലം രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നതാണ്. പക്ഷേ നമ്മൾക്ക് വീണ്ടും അതിനകത്തേക്ക് തന്നെ പോകണം. കാരണം അതിനകത്ത് കൂടി സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് സിറ്റാഡലിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 35 സ്റ്റെപ്സ് അകത്ത് കൂടി വീണ്ടും ആ ഇരുണ്ട പാസേജിലൂടെ, ആ വൃത്തികെട്ട വവ്വാലുകളുടെ ഇടയിലൂടെ സ്മെല്ലി ആയിട്ടുള്ള ആ പാസേജിലൂടെ നമ്മൾ മുകളിലേക്ക് പോയിട്ട് പിന്നെ ഒരു 465 പടിക്കെട്ടുകൾ മുകളിലേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. 465 സ്റ്റെപ്സ്. ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 2 കിലോമീറ്റർ. അത്രയും സഞ്ചരിച്ചാലേ നമ്മൾ മേളിൽ സിറ്റാഡൽ എന്ന് പറയുന്ന ആ പാലസ് ഇരിക്കുന്ന ഭാഗത്ത് എത്തുള്ളൂ. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ എന്താ പാസേജിലൂടെ നമ്മൾ ലൈറ്റ് അടിച്ച് മുകളിലേക്ക് പോകാൻ പോകുന്നത് 35 സ്റ്റെപ്സ്. അത് കഴിഞ്ഞിട്ട് 465 പടിക്കെട്ടുകൾ കയറാൻ പോവാണ്. 2 കിലോമീറ്ററോളം. മൂക്ക് പൊത്താണ്ട് ഇതുവഴി നടന്ന് പോകാൻ പറ്റില്ല. അത്രയ്ക്ക് സ്മെല്ലാണ്. ഈ പടിക്കെട്ടിൻ്റെ സൈഡിലുള്ള റെയിലിങ്സ് ഒക്കെ ഇപ്പോൾ ലേറ്ററായിട്ട് ആഡ് ചെയ്തതാണ്. അഡിഷൻസ്. കാര്യങ്ങൾക്കൊരു തീരുമാനമാകും. എൻ്റെ ദൈവമേ, ഇപ്പോഴേ ബുദ്ധിമുട്ട് പറയും. 465 പടിക്കെട്ട്. പണ്ടത്തെ കാലത്ത് ഈ സ്റ്റെപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സൈഡിലെ ഇതൊന്നും ഇല്ലായിരുന്നു. ഡാർക്ക് പാസേജിൽ നിന്ന് വെളി വന്നു. ഇനിയാണ് 465 പടിക്കെട്ടുകൾ കയറാനുള്ളത്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ സിറ്റാഡലിൻ്റെ മുകളിൽ എത്തിയിട്ടില്ല. അതിൻ്റെ ഏകദേശം ഒരു പകുതി വഴി വന്ന് നിൽക്കുകയാണ് നമ്മൾ. ഇനി നമ്മൾ ആ സ്റ്റെപ്സ് കയറിയാണ് ഏറ്റവും മുകളിലെത്താൻ പോകുന്നത്. അപ്പോൾ അത് ആകുമ്പോഴേ നമ്മൾ പിന്നെ കോട്ട, അതായത് ഹിൽ ഫോർട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ടോട്ടൽ ഫോർട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. നമ്മളുടെ ഈ ദൗലത്താബാദ് ഫോർട്ടിൻ്റെ ടോട്ടൽ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള കംപ്ലീറ്റ് കോട്ട എല്ലാം, അതായത് ഓരോ സ്റ്റേജിലുള്ള കോട്ടാസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അംബർ കോട്ട, പിന്നെ മഹാകോട്ട, അത് കഴിഞ്ഞ് കാൽക്കോട്ട, ഇങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ് ഇതിൻ്റെ ഓരോരോ ഫോർട്ടിഫിക്കേഷൻ. അതായത് ചുറ്റുമുള്ള മതിലുകൾ കംപ്ലീറ്റ് ഇങ്ങനെ കോട്ട എന്ന് പറയുന്നത് അതാണല്ലോ, ചുറ്റുമതിൽ. കണ്ടില്ലേ? ഏറ്റവും ബാക്കിലായിട്ട് നോക്കൂ, അതാണ് അംബർ കോട്ട്. പിന്നെ മഹാകോട്ട്, അത് കഴിഞ്ഞാൽ
കോട്ട്, ഇങ്ങനെ പല പല സ്റ്റേജസ്. അപ്പോൾ എന്തുമാത്രം സ്ഥലം ഇങ്ങനെ വിസ്തൃതിയിൽ കിടക്കുന്നു എന്ന് നോക്കും. ഇതിനകത്തുള്ള ബാക്കി ബിൽഡിങ്സ് കാര്യങ്ങൾ അതെല്ലാം കുറേ എല്ലാം ഡൈലാപ്പിലേറ്റഡായി പൊടിഞ്ഞ് റൂഫെല്ലാം പോയൊക്കെ കിടക്കുകയാണ്. എങ്കിലും ഇത് കംപ്ലീറ്റ് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം കടന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ കണ്ടില്ലേ കിടങ്ങ്, അത് ആ ഭാഗം, കിടങ്ങിൻ്റെ ഭാഗം. അവിടെ മുഴുവൻ ഈ സിറ്റാഡലിൻ്റെ ചുറ്റുമാണ് കിടങ്ങ് കാണുന്നത്. സിറ്റാഡൽ എന്ന് പറയുമ്പോൾ ഏറ്റവും എലിവേറ്റഡ് ആയിട്ടുള്ള ആ ഭാഗം. അപ്പോൾ ഒരു പിരമിഡ് ഷേപ്പിലുള്ള ഒരു നാച്ചുറൽ ഐസൊലേറ്റഡ് റോക്ക് ആയിരുന്നു ഇത്. ആരും ഉണ്ടാക്കിയതല്ല, മാൻമെയ്ഡ് അല്ല, അത് ദൈവനിർമ്മിതമാണ്. പ്രകൃതി അങ്ങനെ തന്നെ ഉണ്ടാക്കിയ ഒരു വലിയ ഒരു പാറ റോക്ക്, അതാണ് ഈ കാണുന്നത്. അതിനെയാണ് നമ്മൾ സിറ്റാഡൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഒരു സ്ട്രാറ്റജിക് പൊസിഷനായിട്ട് ഇവർ കണ്ടെത്തിയത്. എങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ നമുക്ക് അതിശയം തോന്നുന്നു. എന്തായാലും കണ്ടെത്തി. കാര്യം ഇവിടെ എല്ലാം ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഡെക്കാൻ പ്ലാറ്റോയുടെ ഭാഗമാണ്. ചുറ്റും ഇത് ശരിക്കും പറഞ്ഞാൽ വിന്ധ്യ സത്പുര റേഞ്ചാണ്. അതിങ്ങനെ ചുറ്റും കാണാം. അപ്പോൾ ഒരു കോട്ട പോലെ തന്നെ ഇതിന് ചുറ്റും ഇങ്ങനെ മലനിരകളുണ്ട്. പിന്നെ നടുക്ക് നിരപ്പായ പ്രദേശം. ഈ നിരപ്പായ പ്രദേശത്തിൻ്റെ ഒത്ത നടുക്കായിട്ടിങ്ങനെ ഒരു വലിയൊരു എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു പിരമിഡ് ഷേപ്പിൽ ഒരു പാറ കിട്ടിയാൽ അപ്പോൾ അതൊരു ഐഡിയൽ പ്ലേസ് ആണെന്ന് തോന്നുന്നതിലൊരു അതിശയവുമില്ല. അപ്പോൾ അതൊരു ഐഡിയൽ പ്ലേസ് ആക്കി എടുത്ത് അതിൻ്റെ മുകളിലാണ് ഈ വലിയൊരു കോട്ടയും കൂടി കെട്ടി അതിൻ്റെ അകത്ത് ഒരു പാലസ്, ഒരു കൊട്ടാരവും ഒക്കെ കെട്ടി വെച്ചിരിക്കുന്നു. പിന്നെ ആ പാറ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ ശേഷം അതങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് ഈ പാറയുടെ സൈഡ്സ് എല്ലാം തന്നെ ചെത്തി മിനുക്കി ഒരു പാമ്പിന് പോലും അഴിഞ്ഞ് കയറാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആർക്കും തന്നെ അതിൽ പറ്റി പിടിച്ച് കയറാൻ പറ്റാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഇത്രയും സ്മൂത്തായിട്ട് വളരെ പോളിഷ് ചെയ്തതുപോലെ ഇരിക്കുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ ഷേപ്പ് ആക്കിയതാണ്. പടിക്കെട്ടുകൾ കയറുന്ന ശ്രമത്തിലാണ്. നല്ല കാര്യങ്ങൾ നേടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. അപ്പോൾ സിറ്റാഡലിൻ്റെ മുകളിൽ കയറണ്ടേ, എന്നാലല്ലേ നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഈ യാത്ര പൂർണ്ണമാകുള്ളൂ. കയറും. ആലോചിക്കായിരുന്നു, രാജാവല്ല ഇതുപോലെ പടി കയറിയൊക്കെ അല്ലേ മുകളിൽ പോയിക്കൊണ്ടിരുന്നു. എന്തൊരു കഷ്ടപ്പാടായിരുന്നല്ലോ. എങ്ങനെയല്ലാതെ പോകും. ഇവിടെ വരെ എത്തുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ ക്ഷേത്രമാണ്, ഗണപതി ക്ഷേത്രം. അത് ഈ ഭാഗത്തേക്ക് ഇവിടെ റിനോവേഷൻ വർക്കൊക്കെ നടക്കുകയാണ്. ഇത് വളരെ പഴക്കം ചെന്ന ക്ഷേത്രമായിരുന്നു. ഈ ഭാഗം എല്ലാം കാണുമ്പോൾ അറിയാലോ. താഴേക്കാണ് ഇപ്പോൾ പണി നടക്കുന്നത്. ഗണപതി ഭഗവാനാണ് ഇതിനകത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഇത് ഗണപതി ടെമ്പിൾ. ഇതിപ്പോൾ റിനോവേഷൻ വർക്ക് നടക്കാൻ കാര്യം ഇവിടുത്തെ പഴയ കല്ലുകളെല്ലാം ഇളക്കി മാറ്റിയിട്ട് താഴെ കിടക്കുന്നുണ്ട്. ആ കല്ലുകളൊക്കെ പഴക്കം ചെന്ന കല്ലുകൾ മാറ്റി പുതിയ കാര്യങ്ങളെല്ലാം വെച്ച് അതിനെ നന്നാക്കിക്കൊണ്ടിരിക്കുവാണ് ക്ഷേത്രം. യാദവ റൂളേഴ്സിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഗണപതി ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം 1000 വർഷത്തോളം പഴക്കമുണ്ട്. കാര്യം 11th സെഞ്ച്വറിയിലാണ് യാദവ റൂളേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരാണ് ഈ കംപ്ലീറ്റ് കോട്ട, അതായത് ഗോൽക്കൊണ്ട കോട്ട. അന്നത് ദേവഗിരി കുന്നുകളായിരുന്നല്ലോ. അപ്പോൾ ദേവഗിരി എന്ന് പറയുന്ന ഹിൽ ഓഫ് ഗോഡ്സ്, ദിയോഗിരി എന്ന് പറയുന്ന പേര്, അത് കഴിഞ്ഞിട്ടാണ് ദൗലതാബാദ് എന്നുള്ള പേര്. അപ്പോൾ യാദവ റൂളേഴ്സിൻ്റെ പീരീഡിലാണല്ലോ ഈ കോട്ടയും ഒക്കെ ഈ ദേവഗിരി കുന്നുകളിൽ ഒരു ദേവഗിരി ഫോർട്ട്, ദൗലതാബാദ് ഫോർട്ട് ഉണ്ടായത്. അപ്പോൾ ആ കാലം തൊട്ടുള്ള ഗണപതി ഭഗവാന്റെ വിഗ്രഹമാണ് ഈ ക്ഷേത്രവും. ഇവിടെ ഏറ്റവും മുകളിൽ സിറ്റാഡൽ, അതായത് രാജാവിൻ്റെ ആ കൊട്ടാരത്തിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് ഈ ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ചത്. അത്രയും പഴക്കം ചെന്ന ഒരു പ്രതിഷ്ഠയും ക്ഷേത്രവുമാണ്. വളരെ അതിശയകരമായി തോന്നുന്നു. കാര്യം ഇതിനകത്ത് ക്ഷേത്രങ്ങൾ അധികമൊന്നും ബാക്കി വെച്ചിട്ടില്ല. കാര്യം യാദവ റൂളേഴ്സ് അവർക്ക് ജെയിൻ മതം ജെയിനിസത്തിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പം എങ്കിലും പിൽക്കാലത്ത് വന്ന അലാവുദ്ദീൻ ഖിൽജി ആണെങ്കിലും
കുറേ ഇതിനകത്തുണ്ടായിരുന്ന ക്ഷേത്രങ്ങളെല്ലാം മാറ്റി മോസ്ക് ആക്കി എന്ന് പറയുന്നു. പിന്നെ പിന്നെ ഔറംഗസീബിനാണെങ്കിലും അത്തരം ഒരു രീതിയാണ് മോസ്ക് ആക്കാൻ ഉള്ള ഒരു പല ക്ഷേത്രങ്ങളും മാറ്റിയിട്ട് അത് മോസ്ക് ആക്കുന്നു. ഇങ്ങനെയുള്ള കുറേ. അപ്പം മുസ്ലിം റൂളേഴ്സ് വന്നപ്പോഴും പക്ഷേ ഈ ഗണപതി ക്ഷേത്രം ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, മാറ്റിയിട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടോ ഒരു മതമൈത്രി സൂചിപ്പിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയോ എന്തൊക്കെയോ ഒരു മാറ്റം. എന്തായാലും ഗണപതി ഭഗവാൻ സുരക്ഷിതനായിട്ട് അന്ന് തൊട്ടിവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും റിനോവേഷൻ വർക്ക് നടക്കുന്നു. അപ്പോൾ ഇനി നമുക്കിനി കുറച്ച് ദൂരം മുകളിലേക്ക് പടി കയറണം. പക്ഷേ ഇപ്പോൾ പടി കയറുന്നത് വളരെ സുഖകരമായിരിക്കും. കാര്യം നല്ല കാറ്റാണ്, അതുകൊണ്ട് നമുക്ക് ക്ഷീണം തോന്നില്ല. ഇത് ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കാൻ പോകുന്നത്. എനിക്ക് ആലോചിക്കാൻ വയ്യ.